നോർമലായിട്ടുള്ള ഒരു ബോഡിയിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് വിയർ. ചില ആൾക്കാരുടെ മുഖം മാത്രം അമിതമായിട്ട് വിയർക്കും, കൈ മാത്രം അമിതമായിട്ട് വിയർക്കും, കാല് മാത്രം അമിതമായിട്ട് വിയർക്കും. ചിലർക്ക് ബോഡി മുഴുവൻ അമിതമായിട്ട് വിയർക്കും. ചിലർക്ക് അതൊരു അസഹനീയമായിട്ടുള്ളൊരു സംഗതിയായിട്ട് മാറും. എന്തുകൊണ്ടാണ് ഈ അമിതമായിട്ട് വിയർക്കുന്നത്? അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. എൻ്റെ പേര് നിഷാദ് നജീബ്. നോർത്തേൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു സ്കാൽപെല്ലസ്. വിയർക്കുക എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു. നമ്മളെ ബോഡിയിലെ ചൂട് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മുടെ ബോഡി വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചൂട് കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായതിനേക്കാളും മേളിൽ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഹൈപ്പർ ഹിഡ്രോസിസ് എന്ന് പറയുന്നത്. ഹൈപ്പർ ഹിഡ്രോസിസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: പ്രൈമറി ഹൈപ്പർ ഹിഡ്രോസിസും സെക്കൻഡറി ഹൈപ്പർ ഹിഡ്രോസിസും. എന്തെങ്കിലും അസുഖങ്ങളുടെ കാരണമായിട്ടോ എന്തെങ്കിലും കണ്ടീഷനുകളുടെ കാരണമായിട്ടോ മരുന്നെടുക്കുന്നതിൻ്റെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ കാരണമായിട്ടോ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ് അതിൻ്റെ കാരണമായിട്ടുണ്ടാകുന്ന ഹൈപ്പർ ഹിഡ്രോസിനാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ഹിഡ്രോസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു അസുഖങ്ങളൊന്നുമില്ല, മറ്റ് കണ്ടീഷൻസ് ഒന്നുമില്ല, ഇതൊന്നും അല്ലാതെ അമിതമായിട്ട് വിയർക്കുന്നതിനാണ് നമ്മൾ പ്രൈമറി ഹൈപ്പർ ഹിഡ്രോസിസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ഹിഡ്രോസിനെ കുറിച്ച് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കണ്ടീഷൻ്റെ അല്ലെങ്കിൽ ഏതൊരു അസുഖത്തിൻ്റെ കാരണമായിട്ടാണോ ഈ ഒരു സെക്കൻഡറി ഹൈപ്പർ ഹിഡ്രോസ് ഉണ്ടായത്, ആ ഒരു അസുഖം പരിഹരിക്കുന്നതോടുകൂടി ഓവറായിട്ട് വിയർക്കുക എന്നുള്ളൊരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് മാറും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൈമറി ഹൈപ്പർ ഹിഡ്രോസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പ്രൈമറി ഹൈപ്പർ ഹിഡ്രോസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ചില ആൾക്കാരുടെ മുഖം മാത്രം അമിതമായിട്ട് വിയർക്കും, അണ്ടർആംസ് മാത്രം അമിതമായിട്ട് വിയർക്കും, കാല് മാത്രം അമിതമായിട്ട് വിയർക്കും, കൈപ്പത്തി മാത്രം അമിതമായിട്ട് വിയർക്കും. ഇത് നമ്മൾ ഫോക്കൽ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും. ചില ആൾക്കാരുടെ ബോഡി മുഴുവൻ അമിതമായിട്ട് വിയർക്കും. ഇത് നമ്മൾ ജനറലൈസ്ഡ് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അമിതമായിട്ട് നമ്മൾ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിയർപ്പ് ഗ്രന്ഥികൾ, സ്വെറ്റ് ഗ്ലാൻഡ്സ് കൂടുതലായിട്ട് ആക്റ്റീവായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളെ വിയർപ്പ് ഗ്രന്ഥികൾ കൂടുതലായിട്ട് ആക്റ്റീവായിരിക്കുന്നത്? അതിലേക്കുള്ള ഞരമ്പുകൾ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കൂടുതലായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ഞരമ്പുകൾ കൂടുതലായിട്ട് ആക്റ്റീവായിരിക്കുമ്പോൾ അവിടുന്ന് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് അതൊരു കെമിക്കലാണ്. ഈ അസറ്റൈൽ കോളിൻ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്സിനകത്ത് വിയർപ്പ് ഗ്രന്ഥികളിൽ നിന്ന് ആക്ട് ചെയ്യും, കൂടുതലായിട്ടും വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും കാരണമാവും. എന്തുകൊണ്ടാണ് ഈ ഞരമ്പുകൾ കൂടുതലായിട്ട് ആക്റ്റീവായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ചൂട് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലെ തെർമോ റെഗുലേറ്ററി സിസ്റ്റം, അതായത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന പാർട്ടാണ്. ഈ ഒരു ഹൈപ്പോതലാമസിലെ തെർമോ റെഗുലേറ്ററി സിസ്റ്റത്തിന് വരുന്ന എന്തെങ്കിലും ഒരു ഫോൾട്ടാണ് ഇങ്ങനെ അമിതമായിട്ട് ഈ ഒരു ഞരമ്പുകൾ വർക്ക് ചെയ്യാനും കൂടുതൽ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ നമ്മൾ കാരണം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻസ് ഈസി ആയിട്ട് മനസ്സിലാക്കാം. തെർമോ റെഗുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഫോൾട്ടാണ് കൂടുതലായിട്ട് വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി, കൂടുതലായിട്ട് ഞരമ്പുകൾ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി, കൂടുതലായിട്ട് ഞരമ്പുകൾ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ അസറ്റൈൽ കോളിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി. അസറ്റൈൽ കോളിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വിയർപ്പ് ഗ്രന്ഥികൾ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കൂടുതൽ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി. നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിയർപ്പിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ആൻറ്റിപെർസ്പിറൻസ്. ആൻറ്റിപെർസ്പിറൻസ് മാർക്കറ്റിൽ ആൻറ്റിപെർസ്പിറൻറ്റ് റോളായിട്ട് അവൈലബിൾ ആണ്. ഡിയോഡ്രൻറ്റും ആൻറ്റിപെർസ്പിറൻസും അടങ്ങിയ സ്പ്രേ ആയിട്ട് അവൈലബിൾ ആണ്. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ദ്വാരങ്ങളുണ്ടല്ലോ, പോഴ്സ്, ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഉണ്ടായ വിയർപ്പ് പുറത്തേക്ക് വരാതിരിക്കുമ്പോഴത്തേക്കും ഈ വിയർപ്പ് ഗ്രന്ഥികളിലേക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് എത്തുകയും ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഏറ്റവും നല്ലത് അലൂമിനിയം ക്ലോറൈഡ് ഉള്ള ആൻറ്റിപെർസ്പിറൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവായിട്ടിരിക്കും. അത് മാത്രമല്ല, രാത്രി കുളിച്ചതിന് ശേഷം നമ്മൾ ഈ ആൻറ്റിപെർസ്പിറൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. അടുത്തൊരു ഓപ്ഷനാണ് ഗ്ലൈക്കോപൈറലേറ്റ് എന്ന് പറയുന്നൊരു മെഡിസിൻ. ഈ ഒരു മെഡിസിൻ ടാബ്ലറ്റ് ആയിട്ടും സ്പ്രേ ആയിട്ടും ക്രീമായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബോഡി മുഴുവനായിട്ട് വിയർക്കുന്ന ഒരു കണ്ടീഷൻ, അതായത് ജനറലൈസ്ഡ് ഹൈപ്പർ ഹൈഡ്രോസിസ്, ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ടാബ്ലറ്റ് യൂസ് ചെയ്യാം. അണ്ടർആംസ് മാത്രം അമിതമായിട്ട് വിയർക്കുക, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാർട്ട് മാത്രം അമിതമായിട്ട് വിയർക്കുന്ന കണ്ടീഷനിൽ നമുക്ക് സ്പ്രേയോ അല്ലെങ്കിൽ ക്രീമോ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യാൻ നേരത്തെ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ അഡ്വൈസോടുകൂടി മാത്രം യൂസ് ചെയ്യുക. അടുത്തൊരു ഓപ്ഷനാണ് അയോണ്ടോഫോറസ്. അയോണ്ടോഫോറസിന് പ്രത്യേകം ഡിവൈസസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിലേക്ക് വെള്ളവും മെഡിസിൻസും ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കറണ്ട് പാസ് ചെയ്യും. ഏതൊരു ഭാഗമാണോ അമിതമായിട്ട് വിയർക്കുന്നത്, ഇപ്പോൾ നമ്മളെ കൈ ആയിരിക്കാം, കാലായിരിക്കാം, അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്യാൻ നേരത്ത് ഈ ഒരു കറണ്ട് കാരണം നമ്മുടെ കൈയിലെയും കാലിലെയും ഞരമ്പുകൾ ഒരു പരിധിവരെ ഡിസേബിൾഡ് ആവും. അതിനുശേഷം ഈ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെള്ളം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ അയോൺസ് ഫോം ചെയ്യും. ഈ ഒരു ഹൈഡ്രജൻ അയോൺസ് സ്വെറ്റ് ഗ്ലാൻഡ്സിലേക്ക് ചെന്നിട്ട് അവിടുത്തെ pH കുറയ്ക്കും. അങ്ങനെയും ഈ ഒരു സ്വെറ്റ് ഗ്ലാൻഡ്സ് ഡിസേബിൾഡ് ആവും, വിയർപ്പ് കുറയും. ഇത് മാത്രമല്ല,
ഇതിലേക്ക് ഒഴിച്ച മെഡിസിൻസ് വേഗം ഉള്ളിലേക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയിട്ട് അങ്ങനെയും ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഈ ഒരു അയോണ്ടോപോറസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അടുത്തൊരു ഓപ്ഷനാണ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന അതേ ബോട്ടോക്സ് ഇഞ്ചക്ഷനാണ്. ഈ ഒരു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഏത് ഭാഗമാണ് അമിതമായിട്ട് ഉയർത്തുന്ന ആ ഭാഗത്ത് നമ്മൾ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്ത് ഈ ഒരു അസറ്റൈൽ കോളിൻ്റെ റിലീസ് കുറയ്ക്കും. ഈ അസറ്റൈൽ കോളിൻ്റെ റിലീസ് കുറയാൻ നേരത്ത് വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യാതാവും. അങ്ങനെ വിയർപ്പിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് നമ്മൾ മൈക്രോവേവ് ചെയ്യുക അല്ലെങ്കിൽ ലേസർ ചെയ്യുക. അതിന് പ്രത്യേകം ഡിവൈസസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യാൻ നേരം നമ്മൾ അവിടുത്തെ വിയർപ്പ് ഗ്രന്ഥികളെ നമ്മൾ നശിപ്പിച്ച് കളയും. അങ്ങനെ നമുക്ക് വിയർപ്പിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഇതൊന്നും ചെയ്തിട്ട് വർക്ക് ചെയ്തില്ല, മറ്റൊരു ഓപ്ഷനും ഇല്ലെങ്കിൽ അവസാനമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സാധനമാണ് സർജറി. സർജറി ചെയ്ത് അവിടുത്തെ ഞരമ്പുകൾ റിമൂവ് ചെയ്യുന്നതോടുകൂടി വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യുക. ഇതൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി പോയിട്ട് മെഡിസിൻസ് കഴിക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതല്ല. വിയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. വിയർപ്പിലൂടെയാണ് നമ്മുടെ ബോഡി നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് ഇത് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ബോഡി വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് എന്നൊക്കെ ഉള്ളത് നിങ്ങളിൽ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ഇനി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോയും കൂടി ഉണ്ട്. വിയർപ്പ് കാരണം ഉണ്ടാകുന്ന സ്മെല്ല്, അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ്. സ്റ്റിങ്കി ഫീറ്റ്, അതായത് കാല് അമിതമായിട്ട് വിയർത്തതിന് ശേഷം അവിടെ നിന്നുള്ള സ്മെല്ല്, അതിനുള്ള പരിഹാരം, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സജഷൻസും ഫീഡ്ബാക്കും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും വായിച്ചു നോക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.